ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു നല്ലൊരു കോംബോ ഉണ്ടായിരിക്കുകയാണ്. ഫ്രണ്ട്ഷിപ്പ് കോംബോ. അനീഷും ഷാനവാസും തമ്മിലാണ്. എന്ത് രസമാണെന്നറിയോ കണ്ടിരിക്കുക. ലൈവിലൊക്കെ നല്ല രസമായിട്ടാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അവർ അവിടുന്ന് ഉണ്ടായ ഫ്രണ്ട്ഷിപ്പാണ്. അതായത് പുറത്തുനിന്ന് ഫ്രണ്ടായിട്ട് പോയവരൊന്നുമല്ല, അവിടുന്ന് ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടായി വന്നവരാണ് ഈ അനീഷും ഷാനവാസും. ഇന്നത്തെ ലൈവിലൊക്കെ റിയാസിൻ്റെ ഓരോ ടാസ്ക് വരുന്ന സമയത്തൊക്കെ റിയാസ് ഷാനവാസിന് സ്റ്റാർ കൊടുക്കാനൊക്കെ വിസമ്മതിക്കുന്ന സമയത്ത് എല്ലാം അവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ആരും പ്രതികരിക്കാണ്ടിരിക്കുന്ന സമയത്ത് പോലും എല്ലാവരും ഷാനവാസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും അവിടെ ഞാനാണ് ഷാനവാസിൻ്റെ സുഹൃത്താണ്, എൻ്റെ സുഹൃത്തിന് വേണ്ടി ഏത് സമയത്തും ഞാനുണ്ടാവും. നെവിൻ്റെ കേസിലൊക്കെ എല്ലാവരും ഷാനവാസിനെ കുറ്റപ്പെടുത്തുമ്പോൾ ലാലേട്ടൻ വന്ന് ആ കാര്യം പ്രൂവ് ചെയ്യുന്നത് വരെ ഞാൻ ഷാനവാസിനെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അപ്പം ഷാനവാസ് പറഞ്ഞതിൽ എന്തെങ്കിലും കളവുണ്ടെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് ഞാനായിരിക്കും. അതുവരെ എൻ്റെ ഉത്തമ സുഹൃത്തായ ഷാനവാസിനെ ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള ആ ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവരൊക്കെ അങ്ങനെ അങ്ങ് ഇരുന്ന് പോവുകയാണ് ചെയ്യുന്നത്. റിയാസ് ആണെങ്കിൽ ഒന്നിനും കൊള്ളാതെ എല്ലാവരോടും അടി കിട്ടി മതിയായി ഇന്ന് വന്നു പോയല്ലോ എന്നായിട്ടുണ്ടാവും റിയാസിന് ഈ സീസണിലേക്ക്. സീസൺ 4 ഞാൻ വലിയ ഗെയിം ചേഞ്ചറാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് റോബിനെയൊക്കെ ഔട്ടാക്കി എന്നുള്ളൊരു ഹൈപ്പ് ഇരിക്കുകയായിരുന്നല്ലോ. അതെല്ലാം ഇന്ന് ഇവിടെ വന്ന് തീർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി. മതിയായിട്ടായി ആണ് റിയാസ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവുക. റിയാസിൻ്റെ ഗെയിം മറ്റുള്ളവരെ ഒരു ട്രിഗർ ചെയ്തുകൊണ്ടുള്ള ഗെയിമാണല്ലോ. അത് തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഗസ്റ്റായിട്ട് വന്നിട്ടും ചെയ്തിരിക്കുന്നത്. ഷാനവാസിനെ ഈ അനീഷിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ബെഡ്റൂമിലും ഗാർഡനിലൊക്കെ ഏരിയയിലൊക്കെ ഈ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയിടുകയും എല്ലാ ബെഡ്ഷീറ്റും ആര്യനെ കൊണ്ട് വലിച്ച് പുറത്തിടിപ്പിക്കുകയും ബെഡെല്ലാം പുറത്തോട്ട് വലിച്ചെറിഞ്ഞിടുന്നത്, എന്നിട്ട് അത് ഇവരെ കൊണ്ട് വീണ്ടും പണിയെടുപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചീപ്പ് ഗെയിമാണ് ഇന്ന് റിയാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരുമില്ല, ഈ ഫ്രണ്ട്സായിട്ടുള്ള അനീഷും ഷാനവാസും അത് വേണ്ട രീതിയിൽ നല്ല പോലെ കൈകാര്യം ചെയ്തിട്ടാണ് അവർ ഈ പ്രകോപനത്തിലൊന്നും വീണു പോകാതെ സൗമ്യമായിട്ട് അവരുടെ ജോലി ചെയ്തുകൊണ്ട് തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്.